ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡേ ഡിസൈൻസ്. സൗദി അറേബ്യയിലേക്കുള്ള മൂന്നാമത്തെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതും സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. അതിൽ നമ്മൾ ബ്ലാക്കും അതുപോലെ ലാവൻഡർ കളറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മറ്റ് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പ്രിൻ്ററിലും പ്ലെയിനിലായിരുന്നു. ഇത് രണ്ടും നമ്മൾ പ്ലെയിനിലാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും പ്ലെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ടോപ്പിൽ എംബ്രോയ്ഡറി, പിന്നെ അതുപോലെ സ്കേർട്ടിൽ നമ്മൾ താഴെ ചെറുതായിട്ടൊരു ലേസ് കൂടെ വാങ്ങി വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ സ്റ്റിച്ചിങ് വേറെ ആളാണ് ചെയ്യുന്നത്, വേറെ പുറത്തുനിന്ന് ആളൊന്നുമല്ല, നമ്മുടെ സിസ്റ്റർ തന്നെയാണ് ചെയ്യുന്നത്. വർക്കും ക്ലോത്ത് എടുക്കലും മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റർ മാത്രമല്ല, വേറെ 2 ടീമും കൂടി നമുക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് കുറച്ചായിട്ടാണ് അവരെടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നെക്ക് കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള വീനെക്ക് ബോർഡറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്ലീവ് അതുപോലെ തന്നെ ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ട് നമ്മൾ ഫുൾ സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൾക്ക് വീട്ടിലിടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അധികം ഫ്രില്ലൊന്നും ഇടാതെ നോർമലായിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ 2 ക്ലോത്തും CYR ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും നമ്മളിതിനൊക്കെ ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടി ഉണ്ടെങ്കിലും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രീപ്പ് ലൈനിങ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ സ്കേർട്ടിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന ലേസ്. സ്കേർട്ടിൻ്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ ലേസ് വന്നിട്ടുള്ളത്. എന്തായാലും ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോപ്പ് അത്യാവശ്യം ഇറക്കിയിട്ടാണ് കേട്ടോ കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ്. അവരങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്കേർട്ടിന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പട്ട വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിതുപോലെ ബട്ടൺസ് കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ടോപ്പിലൊന്ന് വർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കേർട്ടിൻ്റെ അതേ സെയിം കളറ് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആങ്കർ ത്രെഡാണ്. അതിൽ നമ്മൾ നടുവിലായിട്ട് ഞാൻ ചെറിയൊരു ഓഫ് വൈറ്റ് നൂല് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് ഇന്ന വർക്ക് വേണമെന്നുള്ള ഡിമാൻഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് നമ്മളോട് തന്നെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ അവരോട് വീണ്ടും ചോദിച്ചപ്പോൾ അവരൊരു ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ടോപ്പിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഫ്ലവർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആൾക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് ത്രെഡിൽ ഫ്രഞ്ച് നോട്ടും അതുപോലെ ലാവൻഡർ കളറിൽ നമ്മൾ ചെറിയൊരു ഫ്ലവർ ഷേപ്പിൽ ഒരു വേറെ മോഡലും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ വീഡിയോസ് കണ്ടിട്ട് യൂട്യൂബിലൂടെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു പേടിയുണ്ടാവും, യൂട്യൂബിൽ കണ്ട നമ്പറിൽ നമുക്ക് ഓർഡർ തന്നാൽ പണി കിട്ടുമോ, അല്ലെങ്കിൽ അവർ ഓക്കെ ആണോ, അവർ ഫേക്ക് ആണോ എന്നുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ. ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഫീൽഡിൽ വരുന്നത് വരെ. പക്ഷേ എല്ലാവരും ജെനുവിനാണ് എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇതിലൂടെ ജെനുവിനായി ഒരു നല്ല നിങ്ങളുടെ കസ്റ്റമർ ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കുന്ന, നിങ്ങളുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്ന ഒരുപാട് പേര് ഇതിലൂടെ ഏൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും വിശ്വാസമാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ ഒരു കുടുംബങ്ങളിൽ നിന്നും എൻ്റെ ഈ അയൽവക്കത്തു നിന്നൊക്കെ ആയിരിക്കും എനിക്കൊരു ഓർഡർ കിട്ടുന്നതെന്നാണ് ഞാൻ ആദ്യം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അത്രത്തോളം എത്തിയിട്ടില്ലായിരുന്നെങ്കിലും നമ്മൾ കാണാത്ത ഒരുപാട് നാടുകളിൽ നിന്നും ഇങ്ങനെയൊക്കെ ഓർഡർ തരുമ്പോൾ നമ്മളെ വിശ്വസിച്ച് തരുന്ന ഓർഡറുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊട്ടും ഫീൽ ചെയ്യിപ്പിക്കാതെ അവർ വിചാരിക്കുന്നതിനെ ഒരു പടി മുന്നിലേക്കായിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ഡ്രസ്സും അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നിൻ്റെ പ്രൊഫഷൻ മാറ്റി വെച്ചിട്ടാണോ ഈ പാഷനിലോട്ട് ഇറങ്ങി തിരിച്ചത് എന്നുള്ളത്. എനിക്ക് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണ് കേട്ടോ ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ മോനെയും കൊണ്ട് എനിക്ക് ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മോനൊക്കെ കുറച്ചും കൂടെയൊക്കെ ആയിട്ട് എനിക്ക് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് കേട്ടോ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടുമാണ് എനിക്ക് ആവശ്യം. ഈ ഒരു വേളയിൽ തന്നെ ഞാൻ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്യുക തന്നെ
തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. ഈ ഒരു വർക്കും ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അത് അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.